ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിത് ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം വീട്ടിലിരുന്നിരുന്ന് മുള വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഇവരെ മുളയ്ക്കാൻ സമ്മതിച്ചുകൂടാ, എടുത്തടുപ്പത്ത് വെക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് ഇതിന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യൂബ് പീസില്ലേ അതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെക്കുക, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെടുത്ത് വെച്ച് നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞെടുത്ത് വെക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒരു അര കഷ്ണം ഉള്ളി മതി കേട്ടോ, ഒരുപാട് ഉള്ളീൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു അര കഷ്ണം ഉള്ളി എടുത്തിട്ട് അത് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ശേഷം അതിനകത്തേക്ക് നമ്മളൊരു അര സ്പൂണ് അതിന് കായപ്പൊടി ഇടുക. എനിക്കിങ്ങനെ സ്പൂണൊന്നും പറയാനില്ല, നമ്മളെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നോക്കി അളന്നിടുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിന് കായം എടുത്തിട്ടിട്ട് അതും ഇട്ട ശേഷം നമ്മളിത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് വേണ്ടി വരില്ല കേട്ടോ, ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് അതിനൊന്ന് മൂടി വേവിക്കുക. മൂടി വെച്ച് വേവിച്ച ശേഷം നമ്മൾ അതിനകത്തേക്ക് തുറന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു ഹാഫ് ബോയിലായിട്ടുണ്ടാവുമല്ലോ. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും പിന്നെന്താ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയില്ലേ, ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുന്നില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്ത് കൊണ്ട് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചാൽ മതി. ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, ബൈ, ടാറ്റാ.